ഞങ്ങൾ തുടങ്ങിയത് ആക്ച്വലി കോവിഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ആണ്. ആക്ച്വലി ഞങ്ങൾക്കൊരു ഷോക്കായിരുന്നു. ആ ഒരു സമയത്ത് ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന ഷോപ്സും എല്ലാം അടച്ചു പൂട്ടി. തുടങ്ങിയത് ഏറ്റവും മിനിമം ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ തന്നെയായിരുന്നു. ഇപ്പോൾ ഈ ഒരു 5 വർഷം കഴിയുമ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 2.5 കോടിയുടെ ടേൺ ഓവർ 3Vsനുണ്ട്. അതിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇൻസ്പയർ സ്റ്റോറീസിന്റെ പുതിയ എപ്പിസോഡുമായി നമ്മൾ ഇന്ന് കൊച്ചി കളമശ്ശേരിയിലാണ് ഉള്ളത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് 3 യുവ സംരംഭകരെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള 3Vs എന്ന ബ്രാൻഡിന്റെ ബ്രാൻഡ് ഓണേഴ്സ്. നമ്മൾ കറിയിൽ ഉപയോഗിക്കുന്ന കായം എന്ന പ്രൊഡക്റ്റിലൂടെയാണ് ഇവർ ഈ ഒരു ചെറിയ സംരംഭം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് അത് വളർന്ന് പന്തലിച്ച് 3Vs ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന രീതിയിലേക്ക് വളർന്നു കഴിഞ്ഞു. അപ്പോൾ അവരുടെ ഒരു സക്സസ് സ്റ്റോറിയാണ് ഇന്ന് നിങ്ങളിലേക്ക് ഞാൻ കൊണ്ടെത്തുന്നത്. നമുക്ക് അവരുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. അപ്പോൾ ഇതാണ് കേട്ടോ 3Vsലെ മാനേജിംഗ് ഡയറക്ടർ വർഷ. 3Vsലെ വി അല്ലേ? ഓക്കെ, വർഷയാണ് അപ്പോൾ ഈ 3Vs എന്നൊരു ബ്രാൻഡിന്റെ പ്ലാൻ കൊണ്ടുവരുന്നത്. അതായത് 3Vs ഇന്ന് വളർന്ന് പന്തലിച്ചതിന് പിന്നിൽ സത്യത്തിൽ വർഷയുടെ ഐഡിയ ആണ്. അപ്പോൾ വർഷ, എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, ഈ കായം എന്നൊരു പ്രൊഡക്റ്റ് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്തതിൻ്റെ റീസൺ എന്താണ്? കാരണം എല്ലാവരും വേറെ വേറെ പ്രൊഡക്ട്സ് ആണ് സെലക്ട് ചെയ്യാറ്. കായം ഞാൻ ആദ്യമായിട്ടാണ് കായം വെച്ച് ഇത്രയും വലിയൊരു ബിസിനസ് അറിയുന്നത്. അപ്പോൾ എന്താണ് കായം സെലക്ട് ചെയ്യാനുള്ള ഒരു റീസൺ? 2019 3Vs എന്നുള്ള ഈ ഒരു സംരംഭം ഞങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ സ്വന്തമായിട്ട് തുടങ്ങണം എന്നുള്ള ഭയങ്കര താല്പര്യം കാരണം തന്നെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയത്. അപ്പം പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് റിസർച്ചൊക്കെ ചെയ്തിരുന്നു. ഞാനും എൻ്റെ അനിയത്തിമാരും എല്ലാവരും കൂടെ ഇരുന്നിട്ടായിരുന്നു ചെയ്തിരുന്നത്. ഞങ്ങളിങ്ങനെ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് കണ്ടു, കായത്തിൻ്റെ കുറിച്ചും കായത്തിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സിനെ കുറിച്ചും അതിൻ്റെ ഒരു മാർക്കറ്റ് സ്റ്റഡിയൊക്കെ കണ്ടു. അപ്പോൾ അത് നല്ലൊരു പ്രൊഡക്റ്റാണെന്ന് അന്നേ തോന്നിയിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ചും കൂടെ ഞങ്ങൾ പഠിച്ചു, എങ്ങനെയാണ് ഇത് മാനുഫാക്ചർ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പം നമ്മുടെ സാമ്പാർ, രസം, അച്ചാർ അങ്ങനെയുള്ള പ്രൊഡക്ട്സിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കായം എന്ന് പറയുന്നത്. പക്ഷേ കേരളത്തിലാണ് അധികം കൺസ്യൂമേഴ്സ് എങ്കിലും പുറത്തു നിന്ന് ആണ് ഇത് മാനുഫാക്ചർ ചെയ്യുന്നത്. കേരളത്തിന് പുറത്താണ് കൂടുതൽ മാനുഫാക്ചറിങ് നടക്കുന്നത്. അപ്പോൾ കേരളത്തിന് അതിനൊരു സ്കോപ്പ് ഉണ്ട്, മാർക്കറ്റിംഗ് സ്കോപ്പ് ഉണ്ട്, നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റിനുള്ളൊരു സാധ്യത ഉണ്ട് എന്ന് കണ്ടിട്ടാണ് കായം എന്നുള്ളൊരു പ്രൊഡക്റ്റ് ഞങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ ഈ 3Vs എന്നൊരു പേര് നമ്മൾ പ്രേക്ഷകർക്ക് അറിയണ്ടാവില്ല. 3Vs എന്ന പേരിന് പുറകിലുള്ളൊരു സംഭവം അതൊന്ന് പറഞ്ഞു കൊടുക്കും. 3Vs എന്ന് പറയുന്നത് 3 V സിസ്റ്റേഴ്സാണ്, വർഷ, വിസ്മയ, വൃന്ദ. അതിലെ വി. അതെ, എനിക്ക് 2 അനിയത്തിമാരാണ്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെയാണ് ഈ ഒരു സംരംഭം തുടങ്ങുന്നത്. അച്ഛനും അമ്മയും ഫുൾ സപ്പോർട്ടായിട്ടും കൂടെ ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ ബ്രാൻഡിന് പേര് 3Vs. വേറെ പ്ലാനുകളൊന്നും ഉണ്ടായിരുന്നില്ല? വേറെ പേരൊന്നും ഇല്ല. ഞങ്ങളുടെ ഒരു എഫേർട്ടിന്റെ ഭാഗമായി സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ 3Vs എന്നുള്ള പേര് തന്നെ ഇരിക്കട്ടെ എന്ന് എല്ലാവരും കൂടെ സെലക്ട് ചെയ്തതാണ്. അതെന്തായാലും അടിപൊളിയായി. നിങ്ങൾ കൊറോണ കാലത്താണല്ലോ ഈ ഒരു പ്രൊഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് മുൻപ് ഉണ്ടാക്കി പരിചയമൊന്നുമില്ല, ആദ്യമായിട്ടാണ് ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത്. അപ്പോൾ ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ടാവില്ലേ ആ ഒരു ടൈമിൽ? ഞങ്ങൾ തുടങ്ങിയത് ആക്ച്വലി കോവിഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ആണ്. ചെറിയ രീതിയിൽ വീട്ടിൽ തന്നെ ഇങ്ങനെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് മാർക്കറ്റിംഗ് ഒക്കെ തുടങ്ങിയതിന് ശേഷമാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു പുതിയ ഒരു സംഭവം വരുന്നത്, കോവിഡ് എന്ന് പറഞ്ഞിട്ട്. ആക്ച്വലി ഞങ്ങൾക്കൊരു ഷോക്കായിരുന്നു. കാരണം ഞങ്ങൾ പതുക്കെ ഇത് മാനുഫാക്ചർ ചെയ്ത് മാർക്കറ്റിംഗ് തുടങ്ങുമായിരുന്നു. ആ ഒരു സമയത്ത് ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന ഷോപ്സും എല്ലാം അടച്ചു പൂട്ടി, എല്ലാം ഒരു സ്റ്റോപ്പായൊരു ഇതായിരുന്നു. അപ്പോൾ ആക്ച്വലി ഫസ്റ്റ് ഇത് കേട്ടപ്പോൾ ഞങ്ങൾക്കും ഷോക്കായിരുന്നു. എന്താ ഇനി ചെയ്യാം, നമ്മൾ ഇത്രയും ആഗ്രഹിച്ചൊരു സംഭവം തുടങ്ങിയതാണ്. പ്രൊഡക്ഷൻ, അതിന് വേണ്ടിയൊക്കെ കുറച്ച് ചിലവുകളും കാര്യങ്ങളും നമ്മുടെ എഫേർട്ടും ട്രെയിനിങ്ങും അങ്ങനെ കുറേ കാര്യങ്ങളിന് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഈ ഒരു ഇത് തുടങ്ങുന്നത്. അപ്പോൾ എല്ലാം ഇങ്ങനെ നിന്ന് പോയപ്പം ആക്ച്വലി ഫസ്റ്റത്തെ ഒരാഴ്ച ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞങ്ങളും ഷോക്കായി, ഷോപ്പൊക്കെ മാനുഫാക്ചറിങ് ഒക്കെ ഞങ്ങളും അടച്ചു പൂട്ടി വീട്ടിലിരുന്നു. പക്ഷെ ആക്ച്വലി അവിടെ നിന്ന് പൊങ്ങി വരാൻ കാരണം ഞങ്ങളുടെ അച്ഛനായിരുന്നു. കാരണം അച്ഛൻ സപ്പോർട്ടീവായിരുന്നു. അച്ഛൻ പറഞ്ഞു ഇങ്ങനെ ഉണ്ട്, പക്ഷേ നമുക്ക് എന്തായാലും നമ്മുടേതായ രീതിയിൽ നോക്കാം എന്നുള്ള ഇതായിരുന്നു. ആക്ച്വലി ആ ഒരു സമയത്ത് ഫുഡ് പ്രോഡക്റ്റിനൊക്കെ പുറത്ത് പോകുന്നതിനും നമ്മൾ ആക്ച്വലി വേണ്ട പ്രിക്കോഷൻസൊക്കെ എടുത്ത് പുറത്ത് പോകുന്നതിനും വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനും അച്ഛനും കൂടെ ഇറങ്ങും മാർക്കറ്റിങ്ങിന്. ഞങ്ങൾ കാറിൽ കുറച്ച് പ്രൊഡക്ട്സൊക്കെ വെച്ചിട്ട് ഇതുപോലെ അത്യാവശ്യ സാധനങ്ങൾ തുറക്കുന്ന കടകളിൽ പോവും. എന്നിട്ട് ഇവിടെ ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സ് ആണ് എന്നുള്ള രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പുറത്തുനിന്നുള്ള പ്രൊഡക്ട്സൊക്കെ വരാണ്ടായി. അപ്പം നമ്മുടെ കടകളിലുള്ള ആളുകളായാലും
ഒക്കെ ഇവിടെയുള്ള ബ്രാൻഡ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ഇവിടെ ഉണ്ടാക്കുന്നതാണ്, ഞങ്ങളെടുത്ത് വെച്ച് നോക്കാം എന്നുള്ള രീതിയിൽ സപ്പോർട്ടീവായിട്ട് മുന്നോട്ട് വന്നു. ആ ഒരു സമയം ആക്ച്വലി ഞങ്ങൾക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു ടൈമായിരുന്നു കോവിഡ് ടൈം. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ചില്ലറ കാര്യമല്ല. ചില സ്ഥലത്തൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ഫുഡ് പ്രൊഡക്ട്സ് ആകുമ്പോൾ അവരത് അത്യാവശ്യം ടെസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് അവർ എടുക്കുകയുള്ളൂ. അപ്പം നിങ്ങൾ ഫസ്റ്റ് ഒരു ഷോപ്പിൽ പോയപ്പോൾ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ഇപ്പം ഞങ്ങൾ ഡയറക്റ്റ്ലി പോയിട്ടായിരുന്നു, നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ തന്നെ നേരിട്ട് പോയിട്ടായിരുന്നു ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന കുറച്ച് പ്രൊഡക്ട്സാണ്. ബാക്കിയുള്ള ഇതുപോലെ പ്രിസർവേറ്റീവ്സ് ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. അപ്പം നല്ല ക്വാളിറ്റി ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ്, നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കൂ എന്നുള്ള രീതിയിൽ സാമ്പിൾ രീതിയിലായിരുന്നു നമ്മൾ ആദ്യം മാർക്കറ്റ് ചെയ്തിരുന്നത്. കാരണം പുതിയൊരു പ്രൊഡക്റ്റാണ്, പുതിയൊരു ബ്രാൻഡാണ്, അപ്പോൾ ആളുകൾ ഉപയോഗിച്ചിട്ടില്ല, കേട്ടിട്ടില്ല. അപ്പോൾ അവർ ഉപയോഗിച്ച് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നിങ്ങൾ ഇനി എടുത്താൽ മതി എന്നുള്ള രീതിയിലായിരുന്നു ഞങ്ങൾ ഫസ്റ്റൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത്. പിന്നെ പരിചയത്തിലുള്ള റിലേറ്റീവ്സും ഫാമിലി മെമ്പേഴ്സ് ത്രൂ ആണ് ഇനീഷ്യൽ മാർക്കറ്റിംഗ് എല്ലാം ഞങ്ങൾ ചെയ്തത്. സ്റ്റാർട്ടിങ്ങിൽ അവരുടെ ഒരു പ്രതികരണം എങ്ങനെ ഉണ്ടായിരുന്നു? ചിലർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പറയും, ഇപ്പം നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ആ ഒരു ഇതില്ല, സ്മെല്ല് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഒക്കെ സജസ്റ്റ് ചെയ്യും. അപ്പോൾ അത് അനുസരിച്ച് ഞങ്ങളൊരിപ്പം ഇനീഷ്യലി ട്രെയിനിങ് എടുത്ത പോലെയല്ല, ഒരു 10-15 തവണയൊക്കെ ഞങ്ങൾക്ക് മാറ്റിയും മിക്സൊക്കെ മാറ്റി എങ്ങനെയാണെന്ന് ഞങ്ങളുടേതായ രീതിയിൽ പരീക്ഷിച്ച് നോക്കേണ്ടി വന്നിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇപ്പം കാണുന്ന ആ ഒരു ഇതിൽ ഞങ്ങൾ ഫൈനലൈസ് ആയത്. നമ്മൾ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ കുറേ പേർക്ക് ഒരു ധാരണയുണ്ട് നമ്മളൊരു ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ വർഷയുടെ ഒക്കെ കാര്യം പറയുമ്പോൾ നിങ്ങളൊരു വാടക വീട്ടിൽ ഒരു മുറിയിൽ നിന്നൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ എങ്ങനെയായിരുന്നു ഈ എമൗണ്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തത്? ഞങ്ങൾക്ക് ആദ്യം ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, ഒരുപാട് കാശ് മുടക്കിയിട്ട് നമുക്ക് എന്തായാലും ബിസിനസ് തുടങ്ങണ്ട എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ കറക്റ്റായിട്ടുള്ളൊരു പ്രൊജക്റ്റ് റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കി മിനിമം ഒരു റോ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിക്കുന്നതിന് വേണ്ടി എത്രയാവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളൊന്ന് ഞങ്ങളുടേതായ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. അപ്പം ഒരു 2 ലക്ഷത്തിൻ്റെ മുദ്രാ ലോൺ എടുത്തിട്ടാണ് 3V's എന്നുള്ള ഈ ഒരു സംരംഭം തുടങ്ങുന്നത്. ഒരുപാട് വലിയ മെഷീനറീസും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തുടക്കത്തിൽ ഞങ്ങൾ വാങ്ങിച്ച് വെച്ചിട്ടില്ല. ഞങ്ങളുടേതായ രീതിയിൽ ഏറ്റവും മിനിമം ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെ മാനുഫാക്ചർ ചെയ്യാൻ പറ്റും, കാരണം നമുക്ക് മാർക്കറ്റ് എങ്ങനെയാണെന്ന് അറിയില്ല. മാർക്കറ്റ് നമ്മൾ പഠിച്ചു വരുന്നേ ഉള്ളൂ, നമ്മൾ പുതിയതായി ഇറങ്ങുന്നതാണ് ഒരു ഏരിയയിലേക്ക്. തുടങ്ങിയത് ഏറ്റവും മിനിമം ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ തന്നെയായിരുന്നു. ഇപ്പോൾ ഈ ഒരു 5 വർഷം കഴിയുമ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 2.5 കോടിയുടെ ടേൺ ഓവർ 3V'siനുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ പ്രോപ്പറായിട്ടുള്ള പ്ലാനിങ് ആണ്. തുടക്കത്തിൽ തന്നെ ഏറ്റവും മിനിമം ഇൻവെസ്റ്റ്മെൻറ്റിൽ എങ്ങനെ ഈ ഒരു സംരംഭം തുടങ്ങാം, ഓട്ടോമാറ്റിക് മെഷീൻസിലോ അങ്ങനെയുള്ള കാര്യങ്ങളിലോ ഒന്നും സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങൾ വലുതായി ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. ചെറിയ രീതിയിലാണ് ഞങ്ങൾ തുടങ്ങിയത്, പതുക്കെ പ്ലാൻ ചെയ്ത് എത്തുന്ന പോലെ അങ്ങനെയാണ്, ആ ഒരു രീതിയിലാണ് ഞങ്ങളുടെ യാത്ര. ഓക്കെ, അപ്പോൾ നമ്മൾ കായത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഒരു 30 above ഐറ്റംസ് പ്രൊഡക്ട്സ് ഉണ്ട് നിങ്ങളുടെ കീഴിൽ. അപ്പോൾ ഇതെങ്ങനെയായിരുന്നു, നമ്മൾ ഓരോ സെക്ഷൻ വൈസ് ആണോ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇനീഷ്യലി തുടങ്ങിയത് കായം എന്നുള്ളൊരു പ്രൊഡക്റ്റാണ്. കായം തന്നെ കട്ട, അതാണ് ഞങ്ങൾ കേക്ക് ഫോമിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം ഒരു 6 months കഴിഞ്ഞപ്പം കായം പൗഡർ ഫോമിലും ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് പതിയെ മാർക്കറ്റിൽ 3V's എന്നുള്ളൊരു ബ്രാൻഡ് പതുക്കെ ക്ലിക്കാവാൻ തുടങ്ങിയപ്പം നമ്മൾ കറി പൗഡേഴ്സ് ഏരിയയിലേക്കും മുളക് പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള പല പ്രൊഡക്ട്സും ഇൻട്രൊഡ്യൂസ് ചെയ്തു. ടോട്ടലി നമുക്കിപ്പോൾ ഒരു 30+ പ്രൊഡക്ട്സ് ഉണ്ട്, പല റേഞ്ചിലായിട്ട്. കായമുണ്ട്, കറി പൗഡേഴ്സായിട്ടൊരു 10-20 പ്രൊഡക്ട്സ് ഉണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് പ്രൊഡക്ട്സ് ഉണ്ട്, പിന്നെ ഡീഹൈഡ്രേറ്റഡ് ബനാന ഫിഗ് ഉണ്ട്. അങ്ങനെ കുറച്ച് പ്രൊഡക്ട്സും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്ലാനിലാണ് നമ്മൾ. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത്, നമ്മുടെ ഇൻസ്പയറിൻ്റെ പ്രേക്ഷകരാണെങ്കിലും അതിൽ മെജോറിറ്റി ആൾക്കാരും ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവരാണ്. അപ്പോൾ അവരോട് എന്താണ് പറയാനുള്ളത്? അതായത് സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ആർക്കും അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ഓൾറെഡി സക്സസ് ആയിട്ടുള്ള ഒരാളാണ്, ഈ ഫീൽഡിൽ ജയിച്ച ഒരാളാണ് വർഷ. അപ്പോൾ വർഷയ്ക്ക് എന്താണ് അവരോട് പറയാനുള്ളത്? ഏതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ പേഷ്യൻ്റ് ആയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം നമ്മൾ അത്രയും ആഗ്രഹിച്ച ഒരു കാര്യം തുടങ്ങുന്നതാണ്. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഒരുപക്ഷെ കാര്യങ്ങൾ പോയിക്കൊള്ളണം എന്നില്ല. പക്ഷേ നമ്മൾ ചിലപ്പോൾ പ്ലാൻ എ അല്ലെങ്കിൽ പ്ലാൻ ബി എന്നുള്ള രീതിയിൽ നമ്മളുടെ ആ ഒരു ഗോളിലേക്ക് എത്തുക എന്നുള്ളതാണ്. പേഷ്യൻ്റ് ആയിരിക്കുക, നമ്മൾ ആ ഹാർഡ് വർക്ക് ചെയ്യുന്നതിൻ്റെ റിസൾട്ട് എന്തായാലും ഫൈനലി കിട്ടും. പ്രത്യേകിച്ച് ബിസിനസ്സിൻ്റെ കാര്യമാകുമ്പോൾ ഇനീഷ്യൽ 1 to 2 years എന്തായാലും നമുക്ക് സ്ട്രഗിളിങ് തന്നെ ആയിരിക്കും. പക്ഷേ ആ ഒരു ഫസ്റ്റ് 5 yearsന് ശേഷം നമുക്ക് അതിൻ്റെ ആ ഒരു റിസൾട്ട്
പ്രോപ്പറായി കിട്ടിത്തുടങ്ങും എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ പേഷ്യൻ്റായി ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക പുതിയതായി ഏതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും. ഓക്കെ, നിങ്ങളിപ്പോൾ ഓൺലൈനായിട്ടും പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ടല്ലേ? അപ്പോൾ മാർക്കറ്റിലാണോ കൂടുതൽ ഓൺലൈനിലാണോ ഈ പ്രൊഡക്റ്റിന് ഡിമാൻഡ് കൂടുതൽ ഏതിനാ? ഞങ്ങൾക്കിപ്പം ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ഓൺലൈനായിട്ടും അത്യാവശ്യം സെയിൽ വരുന്നുണ്ട്, പക്ഷെ അവിടെ പ്രോപ്പറായിട്ടുള്ള മാർക്കറ്റിംഗ് പ്ലാൻസും കാര്യങ്ങളൊക്കെ വേണം, എങ്കിൽ മാത്രമേ ഓൺലൈനായിട്ടുള്ള അവിടെ ഒരു പ്രോപ്പറായിട്ട് ഇതാവുള്ളൂ. നമ്മൾ ഡയറക്റ്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. ഓൺലൈനായിട്ടും പതുക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെ നമ്മളുടെ പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. അപ്പോൾ കുറേ പേർക്ക് സംശയം ഉണ്ടായിരിക്കും. നമ്മളിപ്പോൾ വർഷം ഇപ്പോൾ വീട്ടിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ വീട്ടിൽ ഇങ്ങനെ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിന് ലൈസൻസ് ആവശ്യമുണ്ടോ? അതൊരു മെയിൻ തിങ് ആണല്ലോ. നമ്മളിപ്പോൾ എന്ത് സ്റ്റാർട്ട് ചെയ്യാണെങ്കിലും ലൈസൻസ് വേണം. അപ്പോൾ ഈ ഒരു സംരംഭത്തിൻ്റെ ലൈസൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ ജസ്റ്റ് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ്. ഫുഡ് റിലേറ്റഡ് ബിസിനസ് ആകുമ്പോൾ എന്തായാലും നമുക്ക് ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസ് വേണം, പാക്കിങ്ങിൻ്റെ ലൈസൻസ് വേണം. അതുപോലെ ആവശ്യം ആയിട്ടുള്ള ലൈസൻസൊക്കെ നമ്മൾ ആദ്യം എടുത്തു വെച്ചിരുന്നു. അതുപോലെ GST രജിസ്ട്രേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ടിങ്ങിലേ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മുനിസിപ്പാലിറ്റി ലൈസൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പതുക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെക്കേണ്ട പ്രോപ്പറായിട്ട് എല്ലാ ലൈസൻസുകളും കാര്യങ്ങളും നമ്മൾ ഏതൊരു ബിസിനസ് തുടങ്ങുമ്പോഴും എടുത്തു വെക്കേണ്ടതാണ്. അതെ. ഓക്കെ, ഇന്നിപ്പോൾ 3V's ബ്രാൻഡിന്റെ കീഴിൽ ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ടല്ലേ? ഞാനിവിടെ വന്നപ്പോൾ ഒരുപാട് ചേച്ചിമാരെയൊക്കെ കണ്ടു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരുപാട് പേർക്ക് അതൊരു ഹെൽപ്ഫുള്ളായി. അപ്പോൾ എത്ര പേരിന്ന് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്? ഇപ്പം നമുക്ക് ഏകദേശം 20ഓളം സ്റ്റാഫ് ഇവിടെ 3V'സിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഞങ്ങൾ തുടങ്ങിയത് ഒരു 1 മാൻ ഷോ പോലെ. ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സ് മാത്രമാണ്. ഞങ്ങൾ തന്നെ മാനുഫാക്ചർ ചെയ്യും, ഞങ്ങൾ തന്നെ മാർക്കറ്റ് ചെയ്യും. അങ്ങനത്തെ ഒരു രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ പതുക്കെ മാർക്കറ്റിംഗ് ഒക്കെ നല്ലതായി പോകാൻ തുടങ്ങിയപ്പം പതുക്കെ നമ്മൾ സ്റ്റാഫുകളൊക്കെ എടുക്കാൻ തുടങ്ങി. ഞങ്ങളുടെ പ്രൊഡക്ഷനിലെല്ലാം ഇവിടെ നിയർ ബൈ ആയിട്ടുള്ള ചേച്ചിമാരാണ് വരുന്നത്, പ്രൊഡക്ഷൻ ഏരിയയിലെല്ലാം വർക്ക് ചെയ്യുന്നത്. പിന്നെ ഫീൽഡിൽ പോകാനും അങ്ങനെയൊക്കെ നമുക്ക് സ്റ്റാഫ് ഉണ്ട്. സ്ത്രീ പ്രാതിനിധ്യം കൂടുതലാണ്. അതെ, ലേഡീസിനെയാണ് നമ്മൾ മെയിൻലി പ്രൊമോട്ട് ചെയ്യാൻ നോക്കുന്നത്. അവർക്ക് നമ്മൾ ഗ്രോ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ അവർക്കും കൂടെ ഗ്രോ ചെയ്യാനുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഏൺ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുകയാണെങ്കിൽ അത്രയും നല്ലത് എന്നുള്ള രീതിയിലാണ് നമ്മൾ ലേഡീസിനെ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നത്. നമ്മളിത് ആദ്യം ഹാൻഡ് മെയ്ഡ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്, ഈ കായ ഉണ്ടാക്കൽ. പിന്നെയാണ് മെഷീനറീസിലേക്ക് മാറുന്നത്. അപ്പോൾ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കുമല്ലോ, പ്രത്യേകിച്ച് കായം. ആദ്യം ഈ ഒരു കട്ട പോലെയാണ്, പിന്നെയല്ലേ പൗഡറിലേക്ക് മാറുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കുമല്ലോ എന്തായാലും. ക്വാണ്ടിറ്റി വൈസ് ഭയങ്കരമായിട്ട് റെസ്ട്രിക്ഷൻ ഉണ്ടാവും. കൈ കൊണ്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് മാക്സിമം പോയാലൊരു 1 കിലോ 2 കിലോ അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ മെഷീൻ ഉപയോഗിച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു 50 കിലോ അറ്റ് എ ടൈം ഉണ്ടാക്കാം. പക്ഷേ ഇനീഷ്യലി അത്ര ഒരു ക്വാണ്ടിറ്റിയുടെ ആവശ്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം മാനുവലി തന്നെയായിരുന്നു എല്ലാം. ഇപ്പം മെഷീനറി ഉപയോഗിച്ചിട്ടാണ് പൗഡറിങ്ങും അങ്ങനെ കട്ട ഉണ്ടാക്കുന്നതും മിക്സ് ചെയ്യുന്നതും എല്ലാം മെഷീൻ ഉപയോഗിച്ചിട്ടാണ്. അസഫോയിറ്റഡ് ആണ് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ അതൊക്കെ എവിടെ നിന്നാണ് ഇങ്ങനെ കൊണ്ടുവരുന്നത്? കായം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ചെടിയുടെ കറയാണ്. ഒരു പേസ്റ്റ് ഫോമിലാണ് നമുക്ക് അതിൻ്റെ റൂട്ട്സിൽ നിന്ന് അല്ലെങ്കിൽ സ്റ്റെമ്മിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു പേസ്റ്റ് ഫോമിലുള്ള സംഭവമാണ്. അത് ഭയങ്കര പഞ്ചൻ്റാണ് ആക്ച്വലി. ആ കറ അതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല ഫുഡ് പ്രോഡക്ട്സിൽ. അപ്പം നമ്മളിവിടെ അത് കോമ്പൗണ്ടഡ് കൂട്ടുപെരുങ്കായം എന്നുള്ള രീതിയിലാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. വേറെ കുറച്ച് പ്രൊഡക്ട്സും കൂടെ ആയിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കായമായിട്ട് കിട്ടുന്നത്. ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ 3V's ഇത്രയും വലിയ ബ്രാൻഡായി, അപ്പോൾ 3V'സുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ള കുറേ ആൾക്കാരുണ്ടായിരിക്കും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? തീർച്ചയായും. കാരണം ഞങ്ങൾ ഡിസ്ട്രിബ്യൂഷനൊക്കെ എക്സ്പാൻഡ് ചെയ്യാനുള്ളൊരു ഇതിൽ തന്നെയാണ്. കേരളത്തിൻ്റെ തന്നെ കുറച്ച് ഭാഗത്തെ 3V's ഇതുവരെയായിട്ട് എത്തിയിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ഏരിയയിലൊക്കെ എക്സ്പാൻഡ് ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അപ്പം 3V'സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഡിസ്ട്രിബ്യൂഷനോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റോ ഒക്കെ എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം നിലവിൽ എത്ര ജില്ലയിൽ 3V's ബ്രാൻഡ്? എറണാകുളം ടു ട്രിവാൻഡ്രം ഏരിയയിലാണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ആ ഒരു ഏരിയയിലാണ് നമ്മളുടെ പ്രൊഡക്ട്സ് എല്ലാം അവൈലബിൾ ആയിട്ടുള്ളത്. മലബാർ ഏരിയയിലും നമ്മൾ പതുക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു എൻഡിലേക്കൊക്കെ നമ്മൾ പ്രോപ്പറായി എത്തുന്നേ ഉള്ളൂ. ഇതിനൊരു സീസൺ ടൈം ഉണ്ടോ? നമുക്കറിയില്ല, ഈ കറി പൗഡർ ആയതുകൊണ്ട് തന്നെ ഇതിന് സീസൺ ടൈം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കായത്തിന് ആക്ച്വലി ഉണ്ട്. നമുക്കിപ്പം ഫെസ്റ്റിവൽ സീസണിലൊക്കെ ഓർഡേഴ്സ് കൂടുതലാണ്. ഓണം, വിഷു ആ ഒരു സീസണൊക്കെ വരുമ്പം കായത്തിന് നല്ലപോലെ ഓർഡേഴ്സ് വരുന്നൊരു പീക്ക് ടൈമാണ്. നമ്മുടെ ഈ ഫ്രണ്ട്സൊക്കെ എങ്ങനെയായിരുന്നു സപ്പോർട്ട്? ഇപ്പോൾ വർഷയ്ക്കായാലും വൃന്ദയും വിസ്മയ്ക്കായാലും ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അവരെങ്ങനെയായിരുന്നു ഈ കായം വെച്ചിട്ടൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവരുടെ
ഫ്രണ്ട്സിന്റെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? ഫ്രണ്ട്സിൻ്റെ അടുത്ത് ആക്ച്വലി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു ഉള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ടെസ്റ്റിംഗ് ഒക്കെ അവരുടെ മേത്തായിരുന്നു. കാരണം ഇനീഷ്യലി ഒരു മാനുഫാക്ചറിങ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഫ്രണ്ട്സിനൊക്കെ ആയിരുന്നു പ്രൊഡക്റ്റ് കൊടുക്കും. എന്നിട്ട് അവർ ഉപയോഗിച്ചിട്ട് അവർ ഫീഡ്ബാക്ക് പറയും, ഇതിങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, അങ്ങനെ ചെയ്യാം, നിങ്ങൾക്ക് ഇങ്ങനെ മാറ്റാം എന്നുള്ള ഐഡിയാസൊക്കെ അവരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവരിലാണ് ആദ്യം പരീക്ഷിച്ചത്. അതെ. ഈ ഒരു ഫീൽഡിൽ എത്തിയതിനു ശേഷം ഒരുപാട് അച്ചീവ്മെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ? കുറേ അവാർഡ്സ് ഒക്കെ ഉണ്ട് പുറകിൽ. ഏതായിരുന്നു ഫസ്റ്റ് ഇതിൽ കിട്ടിയ അവാർഡ് ഏതായിരുന്നു? ഞങ്ങൾക്ക് ആക്ച്വലി ഫസ്റ്റ് റെക്കഗ്നീഷൻ തന്നത് JCI ആണ്, ജൂനിയർ ചേംബർ ഇന്റർനാഷണലിൻ്റെ യങ് ഓണ്ടർപ്രണർ അവാർഡ്. അവിടെ നിന്ന് അങ്ങോട്ട് നമുക്കിങ്ങനെ പതുക്കെ റെക്കഗ്നീഷൻസ് ഒക്കെ കിട്ടാൻ തുടങ്ങി. ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് ആയി തോന്നിയത് കൈരളി TVയുടെ ജ്വാല അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് ആക്ച്വലി നല്ല രീതിയിൽ വർക്ക് ചെയ്യാനും ഇനിയും മുന്നോട്ട് പോകാനുള്ള ഒരു മോട്ടിവേഷൻ ആയിരുന്നു ഇങ്ങനെയുള്ള അവാർഡ്സൊക്കെ. അതുപോലെ നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 3V's ഇപ്പോൾ നിലവിൽ ഒരു അത്യാവശ്യം നല്ല അറിയപ്പെടുന്ന ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് ആയി മാറി. ഇത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ സ്റ്റെപ്പായിട്ട് ഓരോ പോർഷനുകൾ കവർ ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്ലാൻ. കേരളത്തിലെ എല്ലാ ഭാഗത്തും ചെറിയ ഏരിയാസിൽ പോലും 3V'സിൻ്റെ പ്രൊഡക്ട്സ് എത്തണം എന്നുള്ളതാണ്. പിന്നെ അതുപോലെ നമ്മൾ നേരത്തെ തന്നെ എക്സ്പോർട്ടിനുള്ള ലൈസൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എക്സ്പോർട്ടും നമ്മൾക്ക് എല്ലാ ഏരിയയിലും താല്പര്യമുള്ളവർ ത്രൂ എത്തിക്കണം എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ 3V's എന്നുള്ള ഈ ഒരു ബ്രാൻഡിൻ്റെ അണ്ടറിൽ കുറച്ചുകൂടെ ഗ്രോസറി പ്രൊഡക്ട്സ്, ക്വാളിറ്റി പ്രൊഡക്ട്സ്, പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യാത്ത പ്രൊഡക്ട്സ് ആഡ് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്ലാൻ. ഷോപ്പുകൾ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? നമ്മൾ മെയിൻലി B2B ആണ് ചെയ്യുന്നത്. ഹോട്ടൽസ്, കാറ്ററിംഗ് അങ്ങനെയുള്ളതാണ്. ഭാവിയിൽ ഒരു പക്ഷേ 3V's ഷോപ്പുകളൊക്കെ കാണാം. അങ്ങനെയുള്ള ഇത് നമുക്ക് പ്ലാൻ ചെയ്യാം. 3V'സിലെ ഒരാളെ കേട്ടോ നമ്മളിപ്പോൾ പരിചയപ്പെട്ടുള്ളൂ. ഇനി 2 ആളും കൂടി ഉണ്ട്. ആ 2 ആൾ എവിടെയാണ്? ബാക്കി 2 വീകൾ. ഒരാൾ വിസ്മയ, ഇപ്പം CA ഫൈനൽ എക്സാം കഴിഞ്ഞു. ആളിപ്പോൾ CAൻ്റെ ഇതിന് തന്നെ ആയിട്ടൊരു ട്രെയിനിങ്ങിലാണ്, കോഴിക്കോടാണ്. ഒരാൾ വൃന്ദ ഇവിടെ തന്നെ ഉണ്ട്, നമ്മളുടെ പ്രൊഡക്ഷൻ ഏരിയയിലാണ്. ഹലോ, ഹായ്. ഹായ്. അപ്പോൾ 3V'സിലെ ഒരു V ആണ് കേട്ടോ ഇത്. വൃന്ദയാണ് കൂടെ ഉള്ളത്. വൃന്ദ, എന്താണ് ഇവിടെ പരിപാടി? ഇത് നമ്മുടെ സീലിംഗ് മെഷീനാണ്. അതായത് നമ്മൾ പാക്കിലാക്കിയ സംഭവങ്ങൾ ഇതിൽ സീൽ ചെയ്തെടുക്കുന്നു. ഇതാണ് നമുക്ക് ചെറിയ സ്മോൾ സ്കെയിൽ പ്രൊഡക്ഷൻ ഇതാണ്. പിന്നെ അതല്ലാണ്ട് നമുക്ക് മെഷീനറീസ് വലിയ ലാർജ് സ്കെയിൽ ചെയ്യുമ്പോൾ മെഷീനറീസ് ഉണ്ട് വേറെ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്കി പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ എവിടെയാണ്? ഇനി നമുക്ക് ഓട്ടോമാറ്റിക് മെഷീൻ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഓട്ടോമാറ്റിക് പാക്കിംഗ് മെഷീൻ. ഇതിൽ നമുക്ക് 1 കിലോ 1/2 കിലോ ക്വാണ്ടിറ്റി ഒക്കെ പോകും. ഇപ്പം നമ്മൾ ഇതിൽ പാക്ക് ചെയ്യുന്നത് 1/2 കിലോൻ്റെ വീറ്റ് പുട്ടുപൊടിയാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് 1 കിലോ ആണെങ്കിൽ ഇത് സീലിംഗ് എല്ലാം മാറ്റി റെഡിയാക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെയായിരുന്നു പാക്കിങ് കാര്യങ്ങളൊക്കെ? ഇപ്പോൾ ഈ മെഷീൻസ് വരുന്നതിന് മുമ്പ് നമ്മൾ രണ്ടും ഉണ്ടായിരുന്നു. മെഷീൻ വരുന്നതിൻ്റെ മുമ്പ് ഈ ഹാൻഡ് സീലിംഗ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരുന്നത്. അപ്പോൾ അത്ര ക്വാണ്ടിറ്റി ഇല്ലല്ലോ. പിന്നെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തപ്പോഴാണ് ഓട്ടോമാറ്റിക് പാക്കിംഗ് മെഷീൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. മെയിനായിട്ട് കാണേണ്ടതില്ലേ, ഈ കായ ഉണ്ടാക്കുന്ന മെഷീനാണ് എനിക്ക് കാണാൻ. ഞാൻ വന്നപ്പോൾ തൊട്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു എങ്ങനെയാണ് കായ ഉണ്ടാക്കുന്നതെന്ന് കാണാൻ. ഇതാണ് നമ്മളുടെ കായ ഉണ്ടാക്കുന്നത്. കായം കട്ട മേക്ക് ചെയ്യുന്ന മെഷീനാണ് ഇത്. ബ്ലെൻഡർ എന്ന് പറയും. ബ്ലെൻഡർ അല്ലേ? അതെ. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിലിട്ടിട്ട് ബ്ലെൻഡ് ആവാൻ ചെയ്യുന്നത്, മിക്സ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. ഇതായിരിക്കും അല്ലേ അസഫോയിറ്റ് എന്ന് പറയുന്നത്? ഇത് എത്ര ടൈം എടുക്കും ബ്ലെൻഡ് ആയിട്ട് വരാൻ? ഇതൊരു 20 മിനിറ്റ്സിൻ്റെ ഒക്കെ ഉള്ളാവും. ഇതിലൊരു ടൈമിൽ ഒരു 25 kg വരെയൊക്കെ പോവാം. ഇത് പൗഡറായിട്ടും വരുന്നില്ലേ? അപ്പോൾ അതെ, പൗഡറായിട്ട് ഇത് ചെയ്യുന്ന വേറെ മെഷീനാണ് പൾവറൈസർ എന്ന് പറയുന്നത്. പൾവറൈസർ. അപ്പോൾ ഈ മെഷീൻ്റെ പേരെന്താ? ഇത് ബ്ലെൻഡർ. ബ്ലെൻഡർ അല്ലേ? ഓക്കെ. ഇതിപ്പോൾ നമ്മൾ കായ ഉണ്ടാക്കുകയാണെങ്കിൽ എത്ര കാലം വരെ ഇത് കേടാവാതെ നിൽക്കും? ഇതിൻ്റെ എക്സ്പയറി എന്ന് പറയുന്നത് ശരിക്കും 18 months ആണ്. ഇപ്പോൾ ഒരു 1.5 year കേടാവേണ്ടിയിരിക്കും. അപ്പോൾ ഈ കായത്തിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഈ അസഫോയിറ്റഡ് തന്നെ, അതോ വേറെ എന്തെങ്കിലും മിക്സ് ചെയ്യോ? ശരിക്കും നമ്മുടെ ഈ കടകളിൽ കിട്ടുന്ന കായ എന്ന് പറയുന്നത് കുറച്ച് ഇൻഗ്രീഡിയൻസ്, റോ മെറ്റീരിയൽസ് മിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്നതാണ്. ഈ ഒരു അസഫോയിറ്റഡ് എന്ന് പറഞ്ഞ സംഭവം ഇതൊരു കറയാണല്ലേ, ഒരു ചെടിയുടെ കറയാണ് കേട്ടോ ഈ അസഫോയിറ്റഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എവിടുന്ന് കൊണ്ടുവരുന്നത്? ഇതിൻ്റെ ശരിക്കും ഈ ചെടിയുടെ കറ എന്ന് പറയുന്നത് ശരിക്കും അഫ്ഗാനിസ്ഥാൻ, ഇറാൻ ഇവിടെയൊക്കെയാണ് പ്രൊഡക്ഷൻ വരുന്നത്. നമ്മൾ ഡൽഹി, ബോംബെ ഇവിടെയൊക്കെയുള്ള ഡീലേഴ്സ് ത്രൂ ആണ് നമ്മൾ അത് എടുക്കുന്നത്.
ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോഴേ നിങ്ങളിപ്പോൾ സ്റ്റാർട്ടിങ് ടൈമിൽ ഇപ്പോൾ ഇതിനൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഇതിൻ്റെ റേഷ്യോ ഒക്കെ കറക്റ്റായിട്ട് വേണം, ഇല്ലെങ്കിൽ അത് പൂപ്പൽ വരുന്നൊക്കെ. അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ടിങ് ടൈമിൽ എങ്ങനെ ഇതൊക്കെ പഠിച്ച് ഇതിൻ്റെ റേഷ്യോയും കാര്യങ്ങളൊക്കെ? നമ്മൾ ആക്ച്വലി ക്ലാസ്സിന് പോയിരുന്നു ആഗ്രോ പാർക്കിൽ. ആ റേഷ്യോ കറക്റ്റായി വരാൻ കുറച്ചൊരു എക്സ്പീരിയൻസ് ആയി വരണം, ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഇനി കായ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല, അപ്പം എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇത് ഞാനൊന്ന് ഓണായി കാണിച്ചു തരാം. ഇതിങ്ങനെ ബ്ലെൻഡ് ആയിക്കൊണ്ടിരിക്കും. പ്രൊഡക്ഷനൊക്കെ കണ്ടില്ലേ? അടിപൊളി, എല്ലാം അടിപൊളിയാണ്. ഞാൻ ആദ്യമായിട്ടോ കായ ഉണ്ടാക്കുന്നതൊക്കെ കാണുന്നത്, എല്ലാം സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് 3Vsലെ വിശേഷങ്ങൾ. 2V മാത്രമേ ഉള്ളൂ, ഒരു വിയും കൂടി ഉണ്ട്, ഒരു വി മിസ്സിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചെറിയ ചെറിയ സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതുപോലെ ഈ ഒരു ഫീൽഡിലേക്ക് കടന്നു വരാം. ശരിക്കും പറഞ്ഞാൽ ഈ 3Vസും അതുപോലെ ഇവർ 3 ആൾക്കാരും ശരിക്കും ഒരു ഇൻസ്പിറേഷനും മോട്ടിവേഷനും ആണ്. നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യണം, പുറകിലേക്ക് വെക്കരുത്. ഇതുപോലുള്ള അടിപൊളി സ്റ്റോറികളുമായി ഇൻസ്പയർ സ്റ്റോറീസിൻ്റെ അടുത്ത എപ്പിസോഡിൽ കാണാം.